കേരളത്തിലെ ഏറ്റവും വലിയ മസാറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പഴക്കമുള്ള മസാറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മസാർ തന്നെയാണ് ബഹുമാനപ്പെട്ടവരുടെ മസാറും. അവരുടെ മരണത്തിൻ്റെ ശേഷം ഉണ്ടായ ഒരു അത്ഭുതകരമായ ഒരു സംഭവം കൂടി അതിൽ വിവരിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഒന്നായിട്ട് വെള്ളപ്പൊക്കം വരികയും അവർ മറവ് ചെയ്യപ്പെട്ട സ്ഥലത്ത് കിടക്കാൻ പ്രയാസമുണ്ട് എന്ന് ഇവിടുത്തെ പ്രമുഖർക്കൊക്കെ അധികം കോഴിക്കോടുള്ള പ്രമുഖരാവുന്ന അന്നത്തെ പണ്ഡിതന്മാർ, അന്നത്തെ സാദാത്യങ്ങൾ, മറ്റ് പ്രമുഖ വ്യക്തികൾക്കൊക്കെ സ്വപ്നം കാണിക്കുകയും അതനുസരിച്ച് എന്നെ ഇവിടുന്ന് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കൂടി ആലോചിച്ചതിന് ശേഷം അവരവിടുന്ന് ആദ്യം മറവ് ചെയ്യപ്പെട്ട സ്ഥലത്തു നിന്ന് ഇങ്ങോട്ട് നീക്കം ചെയ്യപ്പെട്ടത്. അപ്പോൾ ആ ഖബർ തുറന്നു നോക്കുമ്പോൾ കാന്നഹു ഉളിയൽ ആന്ന മഹാനാവുന്ന ശേഖനെ രേഖപ്പെടുത്തുന്നു. അല്ലെങ്കിൽ തകയ്യർ, ഒരു പകർച്ചയില്ല, ഇപ്പോൾ കൊണ്ടുപോയി വെക്കപ്പെട്ടതുപോലെയാണ് അവർക്കുള്ള ആ ശരീരമുള്ളത്. ആ കഫനിലൊക്കെ പൊതിഞ്ഞ് ഇന്ന് കൊണ്ടുപോയി വെക്കപ്പെട്ടതുപോലെയാണ്, ഈ നിമിഷത്തിൽ വെക്കപ്പെട്ടതുപോലെയാണ്. അപ്പോൾ അങ്ങനത്തെ വലിയ മഹാനായിരുന്നു. മൂപ്പരെ കുളിപ്പിക്കുമ്പോണ്ടായ ഒരു വലിയ സംഭവം തന്നെ. അവർ കുളിപ്പിക്കുമ്പോൾ കണ്ണ് തുറന്ന് നോക്കിയ ഒരു സംഭവമൊക്കെ അതിൽ വിവരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അതെല്ലാം പറയല്ല. ഇന്നിപ്പോൾ ഈ കറാമത്തുകൾ പറയുമ്പോൾ അതിനെ പരിഹസിക്കുന്നതായ ഒരു വിഭാഗം ആളുകളാണുള്ളത്. അപ്പോൾ എന്തായാലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, റിയാക്ട് വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കറാമത്ത് കഥകൾ കൊണ്ട് വിസ്മയം തീർത്ത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്നത് തന്നെയാണ് നമ്മുടെ ക്യാപ്ഷനും തമ്പനയിലും. എന്തുകൊണ്ടാണ് അതങ്ങനെ വന്നത്? ഇദ്ദേഹം കറാമത്ത് കഥകൾ വളരെ ഉഷാറായിട്ട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് കുറച്ചായി പറഞ്ഞു തുടങ്ങിയിട്ട്. ഇവിടെ പറഞ്ഞ കറാമത്ത് എന്നുള്ളത് ഒരു മനുഷ്യനെ മരിച്ചിട്ട് കബറടക്കി. അപ്പോൾ മൂപ്പർക്ക് അവിടെ ചില അസൗകര്യങ്ങളുണ്ട്, എന്തോ വെള്ളത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ മൂപ്പർ എന്ത് ചെയ്യാണ്, അവിടെയുള്ള പ്രമാണിമാരെയൊക്കെ സ്വപ്നത്തിൽ വന്നിട്ട് ഇങ്ങനെ പറയണേ, എനിക്കിവിടെ കിടക്കാൻ സുഖമല്ല, എന്നെ ഇവിടുന്ന് മാറ്റി കടത്തിയും എന്നുള്ള രൂപത്തിൽ സ്വപ്നം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം എൻ്റെ തങ്ങളെ, അപ്പോൾ ഇങ്ങനെയൊക്കെ സ്വപ്നം കാണിച്ചു കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ ലോകം നിയന്ത്രിക്കുന്നവരാണ് നിങ്ങളുടെ ഔലിയാക്കൾ എന്നാണല്ലോ പറഞ്ഞത്. നിങ്ങളുടെ ഔലിയാക്കൾ കേട്ടോ, നിങ്ങൾ ഔലിയാക്കൾ എന്ന് പറയുന്ന ആളുകൾ. അതുപോലെ തന്നെ വെള്ളനീലത്തിൽ നിന്നും എന്നെ വിളിപ്പോർക്ക് എന്ത് വെള്ളം ചെയ്തു കൊടുക്കാൻ കഴിവുള്ളവരാണ് നിങ്ങളുടെ ഔലിയാക്കൾ എന്നും പറയുന്നുണ്ട്. ഞങ്ങളുടെ ഔലിയാക്കളല്ല, ഞങ്ങളുടെ ഔലിയാക്കൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഷെയ്ഖ് മുഹിയുദ്ദീൻ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള മുജദ്ദിദീങ്ങളായ പണ്ഡിത കേസരികൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങളങ്ങനെ കള്ളക്കഥ പറയുന്നുണ്ട്, ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞു നടന്നോളി. എന്നാൽ ഇങ്ങനെയൊക്കെ എന്തും ചെയ്യാൻ കഴിവുള്ള, ഈ ലോകം നിയന്ത്രിക്കാൻ കഴിവുള്ള ഈ ഔലിയാക്കാക്കന്മാർക്ക് അവിടെ നിന്ന് നീച്ച് പോയിക്കൂടെ അല്ലേ? അതെന്തേ സംഭവിക്കാത്തത്? ഇതിങ്ങനെ സ്വപ്നത്തിൽ കാണിച്ചു തരും, എന്നിട്ട് ഓൻ്റെ പ്രതിസന്ധി, ഓൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർത്തു കൊടുക്കും. ആര്? ഈ കബറ കിടക്കുന്ന ഔലിയ. എന്നാൽ ആ ഔലിയക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ നിന്ന് നീച്ച് മാറിപ്പോയാൽ? അത് മാത്രമല്ല, കുളിപ്പിക്കുമ്പോൾ ഇങ്ങനെ കണ്ണുറന്ന് നോക്കിയാൽ, നിങ്ങൾ കാണുന്നുണ്ടോ? കണ്ണുറന്ന് നോക്കിയാൽ, കണ്ണ് തുറന്ന് നോക്കിയ മഹാവലിയാണ്, മഹാനാണ്. ഈ കുളിപ്പിക്കുമ്പോൾ കണ്ണുറന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നീച്ചിപ്പോ ചെങ്ങായി അവിടെ നിന്നല്ലേ പറയണ്ടേ, കുളിപ്പിക്കുമ്പോൾ കാല് നീട്ടി കൊടുക്കുക, കണ്ണ് തുറന്നു കൊടുക്കുക, എന്നെ കുളിപ്പിക്കുന്ന ജന്നെയാണ് നോക്കുക, ഞാൻ തന്നെയാണ്, കണ്ണടച്ചാളിയും കണ്ണ് പൊട്ടെന്ന് പറയുക. അപ്പം ചെങ്ങായിമാരെ, അപ്പം എങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞിട്ട് മയ്യത്ത് കുളിപ്പിക്കങ്ങള്? ആ നീയത്ത് എങ്ങനെ ശരിയാവുക? മരിച്ച ആളാണെങ്കിൽ കണ്ണ് തുറക്കൂല, കണ്ണ് തുറന്നു വെച്ചെങ്കിൽ എന്താ നീച്ചടന്നാളി എന്ന് പറയൂലേ? ഇല്ലെങ്കിൽ ഇത് ജീവൻ പോട്ടെ എന്ന് പറയണ്ടേ? ജീവൻ പോയിട്ടല്ലേ മയ്യത്ത് ഒളിപ്പിക്കലും കഫൻ ചെയ്യലും ഒക്കെ ഉള്ളത്, എന്നിട്ടല്ലേ കൊണ്ടേക്കലുള്ളത്. അപ്പോൾ മൂപ്പര് തന്നെ പുതിയ കുറേ കറാമത്തുകളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ മുൻപ് കാണിച്ചതാണ്, ഒരു കറാമത്തും കൂടി നമുക്കൊന്ന് മൂപ്പര് പറയുന്നതെന്ന് കേൾക്കേണ്ടതുണ്ട്. ഒന്ന് മാത്രമല്ല കേട്ടോ, കുറേ ഉണ്ട്. ഇതൊന്ന് പറയട്ടെ ആദ്യം. മമ്പളം തങ്ങളെ പറ്റി തന്നെ പല കറാമത്തുകളുണ്ട്. അവർ സുബഹിക്ക് ഇവിടുന്ന് പോയി സുബഹി ഹറമെന്ന് കയറിച്ചു എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ പലതുണ്ട്. എനിക്ക് പലതും പറയാനറിയാം. മൂപ്പർക്ക് പല സംഭവങ്ങളും അറിയാം, എനിക്ക് തന്നെ കുറേ പറയാനറിയാമെന്ന്. അപ്പോൾ കഥാ ബുക്കിൽ എഴുതി വെച്ച കുറേ സംഭവങ്ങൾ ഞാനും വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഞാനിത് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് പറയാം. അപ്പോൾ എനിക്ക് കുറേ കഥകൾ അറിയാമെന്നാണ് പറഞ്ഞത്. മുൻപ് ഒരു മുസ്ലിയാർ പറഞ്ഞിരുന്നു, ഞങ്ങൾ 15 വർഷത്തോളം ഒക്കെ പറയാനുള്ള കറാമത്തുകൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന്, കഥ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയണത്. അപ്പോൾ നിങ്ങൾ കുറേ എഴുതി ഇടങ്ങേറാവണ്ട. പഴയ ബാലരമ, ബാലമംഗളം, ഇപ്പോൾ ആ ബുക്ക് ഉണ്ടോയെന്ന് അറിയില്ല. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ അത് വായിച്ചിരുന്നു. അപ്പോൾ ഡിങ്കൻ്റെയും അബീഷിൻ്റെയും മറ്റേ ഇൻസ്പെക്ടർ ഗരുഡ് അല്ലേ, കുറേ കഥാപാത്രങ്ങളുണ്ട്. ആ കഥകൾ ഏതെങ്കിലുമൊക്കെ എടുത്തിട്ട് അത് പേര് മാറ്റി എഴുതിയാൽ മതിയേ, നിങ്ങളെ കഥകളാവും. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് എന്നുള്ളതാണ് എൻ്റെയൊക്കെ അറിവ്. ഇൻഷാ അല്ലാ ഈ നിസ്കാരത്തിന്, ഇഷാ നമസ്കാരത്തിന് മക്കത്തോ മദീനത്തൊക്കെ ഉണ്ട്, സുബഹി നിസ്കാരത്തിന് ഇവിടെ നാട്ടിൽ വരുന്ന അങ്ങനെയൊക്കെ ഇപ്പോൾ നടക്കാറുണ്ട്. ഇപ്പോൾ
ഒരാൾ എയർപോർട്ടിൽ എത്തുന്നതിന് മുമ്പ് ഇശാ നിസ്കരിച്ചിട്ട് കയറി. ആ ആൾക്ക് നാട്ടിൽ വന്നാൽ സുബഹിൻ്റെ വക്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിസ്കരിക്കാമല്ലോ. ഇപ്പോൾ ഫ്ലൈറ്റൊക്കെ നല്ല സ്പീഡിലുണ്ട്. പക്ഷേ ഇതല്ലേ, ഇവർക്ക് ഫ്ലൈറ്റും ഇല്ല, റോക്കറ്റും ഇല്ല, അതുപോലെ തന്നെ സ്പേസ് ഷട്ടിലൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ഒരു സ്വപ്നം കണ്ടു എന്നുള്ളതാണ്. ആ സ്വപ്നം കണ്ടു എന്നുള്ളത് ഇത് ഇയാൾ മാത്രമല്ല, പല ആളുകളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. നൗഷാദ് ഹസനിയും പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് കേൾക്കുക, എന്നാലാണ് അതിൻ്റെ ഒരു ചൊറുക്കിലേക്കുണ്ട് എത്തുക. എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന് മദീനത്തെ പള്ളിയിലെത്തും ഖുതുബുസ്സമാൻ മൗലദ് ദബീല സയ്യിദ് അലവിയിൽ മമ്പുറമി. അത് മദീനത്ത് നേരത്തെ പോയി റൂമെടുത്ത് മദീനത്തെ പള്ളിയിലെത്തിയതല്ല. എവിടെന്ന് പോകുന്ന മിൻ അർളി മലൈബാർ, ഈ മമ്പുറത്ത് നിന്ന് അന്ന് എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് മഹാനവറുകൾ പോകും. അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ മടങ്ങിയെത്തുകയും ചെയ്യും. അത് നിമിഷങ്ങളെ കൊണ്ട് കഴിയും. അതിന് കൂടുതൽ ടൈം ആവശ്യമില്ല. നമ്മളെ ഈ അങ്ങാടിയിൽ നിന്ന് ബാങ്ക് കൊടുത്തപ്പോ ഈ പള്ളിയിലേക്ക് നമ്മൾ പോകുന്ന സമയം വേണ്ട. ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങളുപ്പാപ്പക്ക് എവിടെ എത്താൻ? ഹബീബായ തങ്ങളുടെ മസ്ജിദുൻ നബവിയിൽ. കേട്ടില്ലേ? അപ്പോൾ ഈ സൂപ്പർസോണിക് വിമാനങ്ങളൊക്കെ ഉള്ള ഈ കാലഘട്ടത്തിലല്ല, അത് ഒരു ചാട്ട വിമാനം പോലും ഇല്ലാത്ത, ഏത് എയർ ഇന്ത്യ പോലും ഇല്ലാത്ത കാലത്തുള്ള കഥയാണ് ഇവർ ഈ പറയുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ചരിത്രം എടുക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റയാത്ത് നടത്തുകയാണ്. ഹിജ്റയാത്തിനൊപ്പം ഉള്ളത് സന്തത സഹചാരിയായ സദീഖായ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല അൻഹു ആണ്. അദ്ദേഹവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും എത്ര സമയമെടുത്താണ് അവർ യാത്ര ചെയ്തത്? എന്തേ ഈ ഒരു സംഭവത്തിലേക്ക് നടക്കാതിരുന്നത്? റസൂലുള്ളാഹിക്ക് മോചിതത്തുള്ള ആളാണല്ലോ. ആ റസൂലുള്ളാഹിക്ക് അള്ളാഹിനോട് ഒന്ന് പറഞ്ഞാൽ പോരെ, അള്ളാഹുവേ ഇനി അബൂബക്കർ സിദ്ദീഖിനെയും ഒന്ന് അവിടേക്ക് ഇവിടുന്ന് മിറാജ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രാവും മിറാജും പോയിട്ടുള്ള റസൂലാണ്. എന്നാൽ അവർക്ക് ഹിജ്റയാത്ത് നടത്താൻ വേണ്ടി ഒരുപാട് സമയം അവർക്ക് യാത്ര ചെയ്യേണ്ടി വന്നു, അല്ലേ? അതുപോലെ തന്നെ ഇവർ ഈ 2 തടി 3 തടിയുടെ കഥ പറയുന്നുണ്ട്. ഒരു തടിനെന്നാ അവിടെ പുതപ്പിലും വിരിയിലും ഒക്കെ കിടത്തിയിട്ട് ഇവർക്ക് പോയാൽ മതി. അങ്ങനെയല്ല സംഭവിച്ചത്. അലി റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിപ്പിൽ കിടത്തിയിട്ട് ആണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ 2 തടി 3 തടി ഒന്നും റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നിമിഷ നേരം കൊണ്ട് പോയി നിമിഷ നേരം കൊണ്ട് വരുന്ന ഇസ്രാ മിറാജ് എന്നുള്ളത്, അത് ഇസ്രാവിനെ സംബന്ധിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ തന്നെ ഒരു സൂറത്തിലൂടെ നമുക്ക് അത് അറിയിച്ചു തരുന്നുണ്ട്. അള്ളാഹു കുൻ ഫയക്കൂൻ എന്ന് പറഞ്ഞാൽ എന്തുണ്ടാകും? അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. എന്നാൽ മമ്പുറം തങ്ങൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ആ പോയി വന്നിരുന്നത്? ഇസ്രായിനും മിറാജിനും ഒക്കെ കാര്യങ്ങളുണ്ടായിരുന്നു, കാരണങ്ങളുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് അത് നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട്. ഈ പോയി വരവ് എന്തായിരുന്നു? മൂപ്പരൊരു സ്വന്തം ഇങ്ങനെ മണാലിക്ക് നമ്മളെ നബീസുമ്മ പോയമാര്, നബീസുമ്മക്ക് മണാലി പോയിട്ട് മഞ്ഞിൽ കടന്നുരുളാനൊരു പൂതി ഉണ്ടായിരുന്നു. അത് മകള് തീർത്തു കൊടുത്തു. അതിന് ഇബ്രാഹിം സഖാഫി എന്തൊക്കെ പറഞ്ഞ് ഇതാക്കിയിട്ടുണ്ടായി, നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഒരു പൂതിക്ക് ഇങ്ങനെ പോയി വരിക, ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകുക. അവിടുന്ന് ഏത് അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത്? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ പോയി മിറാജ് പോയി എന്നുള്ളതാണോ നിങ്ങൾ ഇതിനെ തെളിവാക്കുന്നത്? അത് മുഅ്ജിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു. അത് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹ് പഠിപ്പിച്ചതാണ്. ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പറയണത്? അപ്പോൾ ഈ ഒരു 1-2 കാര്യങ്ങൾ വീണ്ടും കാണിച്ചത്, ഇവിടെ കള്ളക്കറാമത്തുകളൊക്കെ ഞങ്ങൾ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതിയത് കുറേ ഞങ്ങളെടുത്ത് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളെപ്പോലെയുള്ള ആളുകൾ, അവരാണല്ലോ ഈ ഉമ്മത്തിലെ ഒരു വലിയ വിഭാഗത്തെ നയിക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യം തിരിച്ചറിയുക. ഇവരൊക്കെ പല വേദികളിൽ പല സമയങ്ങളിൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെയൊക്കെ വിമർശിക്കാറുണ്ട്. എന്തായാലും പാണക്കാട് തങ്ങന്മാർ ഇതുപോലെയുള്ള കറാമത്തും പറഞ്ഞുകൊണ്ട് താങ്ങിക്കൊണ്ട് നടക്കൂലാട്ടില്ലേ? അപ്പോൾ അവരിന്ന് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനവുമായിട്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ കുറ്റം പറയുന്ന ഇവരുടെ ക്വാളിറ്റി ഇതൊക്കെയാണെന്നുള്ളതും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് പറയുമ്പോൾ. ഞാനൊരു ലീഗുകാരനാണെന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ടതില്ല. മുസ്ലിം ഉമ്മത്തിൻ്റെ ഏകോപനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ കുറ്റം പറയണില്ല, നോണ പറഞ്ഞാൽ പിന്നെ കുറ്റം പറയല്ലാണ്ട് നിവൃത്തിയില്ല. ഇത് കുറ്റമല്ല, സത്യമാണ് പറയുന്നത്. ഇവരിങ്ങനത്തെ വിഡ്ഢിത്തങ്ങളും പൊട്ടപ്പോയത്തങ്ങളും പറഞ്ഞാൽ അത് തിരുത്തി പറയാതിരിക്കാൻ കഴിയില്ല. അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന ഉത്തമ ബോധ്യത്തിലാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.